ഹലോ എവരിവൺ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള വിഷയം ചർച്ച ചെയ്തു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത്. അപ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയിൻലി ഹ്യൂമനിസം എന്നുള്ള ഭാഗമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഹ്യൂമനിസം എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ. അതായത് മനുഷ്യനെ മനുഷ്യത്വത്തോടുകൂടെ കാണുക, അവരോട് മനുഷ്യത്വത്തോടെ പെരുമാറുക, ഈ ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോയത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഹ്യൂമനിസം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഹ്യൂമനിസം നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള തിയറീസ് ഒക്കെ എടുക്കുന്നത്. അതായത് നമ്മുടെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന മതങ്ങളുടെയൊക്കെ ഒരു പിൻബലത്തിലാണ് നമ്മുടെ ഈ ഹ്യൂമനിസം എന്നുള്ളതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കീ തിയറീസ് ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമനിസം എങ്ങനെയാണ് ഉണ്ടായത്, ഹ്യൂമനിസത്തിന്റെ വകഭേദങ്ങൾ എന്തൊക്കെയാണ്, ഹ്യൂമനിസത്തിന് കാരണക്കാരായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പം ഹ്യൂമനിസം എന്ന് വെച്ചാൽ അനുകമ്പ, റഹ്മത്ത്, അല്ലെങ്കിൽ ഇൻസാനിയത്ത്, അപ്പം അഗാപ്പെ, ഗ്നാസിസ്, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ തുടങ്ങി കുറേ സംഭവങ്ങൾ ചേർന്നിട്ടാണ് ഈ ഹ്യൂമനിസത്തിന്റെ ഏകദേശം തുടക്കം വരുന്നത്. അപ്പം ഹ്യൂമനിസം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, ചർച്ച ചെയ്ത് പോരുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അതായത് കുറെ മതത്തിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇപ്പൊ എടുത്തത്. ഇസ്ലാമിൽ നിന്നുള്ള ഇൻസാനിയ, അതുപോലെ തന്നെ റഹ്മത്ത് എന്നുള്ളത് പോലെ, അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ള ഇതൊക്കെ പോലെ, ഹിന്ദുയിസത്തിൽ നിന്നുള്ള ശ്രദ്ധ അങ്ങനെയുള്ള സംഭവം പോലെ, ഇപ്പം വേറെ എന്തെങ്കിലും പറയാം, അനുകമ്പ പോലുള്ള സംഭവങ്ങൾ, ശ്രീനാരായണ ഗുരു പോലുള്ള ആളുകളുടെ പഠനത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളതും വ്യത്യസ്ത ആളുകളിൽ നിന്നുള്ളതുമായിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഹ്യൂമാനിസത്തിലുള്ള സംഭവങ്ങൾ മൊത്തം, തീംസുകൾ മൊത്തം ആദ്യമേ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അവരൊക്കെ മതങ്ങളായാലും, ഇപ്പം ദൈവത്തിൽ നിന്നുള്ള മതങ്ങളായാലും മനുഷ്യന്മാരിൽ നിന്നുള്ള ചിന്തകളായാലും ഒക്കെ പിന്നീട് രൂപപ്പെടുത്തിയത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും, ഒന്നും കൂടെ ശക്തി തരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കഥാഉപനിഷത്തിലേക്ക് പോകാം. കഥാഉപനിഷത്ത് എന്ന് വെച്ചാൽ ഹിന്ദുയിസത്തിൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് കഥാഉപനിഷത്ത്. യജുർവേദയിലൊക്കെ ആയിട്ടുള്ള കഥകൾ നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കാനുള്ള കാരണവും അങ്ങനെ തുടങ്ങി നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഹ്യൂമനിസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോൾ പണ്ട് കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഋഷി എന്ന് പറഞ്ഞ രാജാവ്. ആ രാജാവിന് ഒരു മകനും ഉണ്ടായിരുന്നു, നച്ചികേത എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായിരുന്നു. അപ്പം രാജാവിന് കൊട്ടാരത്തിൽ എന്തുണ്ടാക്കി, ഒരു റിച്വൽ ഉണ്ടായിരുന്നു, യജ്ഞ എന്ന് പറഞ്ഞ ഒരു റിച്വൽ ഉണ്ടായിരുന്നു, അവരുടെ ഒരു ആചാരമായിരുന്നു. അപ്പം ആ ആചാരത്തിൽ എന്തുണ്ടായിരുന്നു, തൻ്റെ ഏറ്റവും ആവശ്യമുള്ള, തൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങൾ ദാനം ചെയ്യൽ അതിൻ്റെ ഈ ഒരു റിച്വലിന്റെ ഭാഗമായിരുന്നു. പക്ഷെ രാജാവ് എന്താക്കിയില്ല, അവരുടെ വലിയ രീതിയിലുള്ള സാധനങ്ങളൊന്നും, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും അധികം ദാനം ചെയ്തില്ല. പകരം എന്തായി ദാനം ചെയ്ത ബ്രാഹ്മണന്മാർക്ക്, ഈ റിച്വൽ നടത്തിയ ബ്രാഹ്മണന്മാർക്ക് കൊടുത്തത് മെലിഞ്ഞൊട്ടിയ പാലൊന്നും വരാത്ത പശുക്കളെയായിരുന്നു. അപ്പം മകനൊരു സംശയം, അച്ഛാ, ഈ യജ്ഞയില് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള, നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന സാധനമല്ലേ കൊടുക്കേണ്ടത്, അച്ഛൻ എന്താ ഇങ്ങനെ കൊടുത്തത്? അപ്പം അധികം എന്താക്കിയില്ല, അച്ഛൻ മൈൻഡ് ചെയ്തില്ല. അപ്പം ചോദ്യം ഒന്നും കൂടെ റീഫ്രൈസ് ചെയ്ത് ചോദിച്ചു, അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള ആള് ഞാനല്ലേ, എന്നിട്ട് അച്ഛൻ എന്നെ ആർക്കാക്കൊണ്ട് കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛന് ഈ ഒരു ചോദ്യം പിന്നെയും കേട്ടപ്പം അച്ഛന് പറഞ്ഞു, ആള് കുറച്ച് പെശകാണ്, കുറച്ച് ജിജ്ഞാസൊക്കെ ഉള്ള ടീമാണ്. അപ്പൊ എന്താക്കണം, വേഗം മറ്റുള്ള ആരടുത്തെങ്കിലും പോയിട്ട് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹം എന്താക്കാണ്, യാമ എന്ന് പറഞ്ഞ ഒരു ആരാണ്, മരണത്തിന്റെ ദേവതയുടെ അടുത്തേക്ക് പറഞ്ഞാക്കാണ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരവിടെ പോയി നമ്മുടെ നാച്ചികേത എന്ന് പറഞ്ഞ രാജകുമാരൻ അവിടത്തേക്ക് പോവാണ്. അവിടെ പോയതിനു ശേഷം എന്താക്കാണ്, അവിടെ കുറെ നേരം നിന്നു. പക്ഷെ അവിടെ എന്തില്ല, യാമനെ കണ്ടില്ല. സത്രത്തിൽ നോക്കിയപ്പോൾ യാമനെ കണ്ടില്ല, യാമ എവിടെ പോയതാണ്. അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ടാണ് യാമ വന്നത്. അപ്പൊ യാമ വന്നു നോക്കുന്നത് വളരെ 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 അർപ്പണ ബോധത്തോടു കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയെ അവിടെ കാണുക. അങ്ങനെ അവിടെ കണ്ടതിന് ശേഷം എന്താക്കാണ്,
അവിടെ കണ്ടപ്പോൾ അവർക്ക് കുറച്ച് ആൾ കുഴപ്പമില്ല, അത്യാവശ്യം ത്യാഗം ചെയ്യുന്ന ആളാണ്, അപ്പം അതവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന രീതിയിൽ യാമ 3 വരങ്ങൾ കൊടുക്കുകയാണ്. അപ്പം 3 വരങ്ങൾ കൊടുത്തു. അപ്പം 3 വരത്തിൽ ഒന്നാമതായിട്ട് ചോദിച്ചത് അച്ഛനോട് സ്നേഹമാണ്. രണ്ടാമതായിട്ട് ചോദിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു രണ്ടാമത് ചോദിച്ച ചോദ്യം? രണ്ടാമത് ചോദിച്ച ചോദ്യം അത്ര ഓർമ്മയില്ല. മൂന്നാമതായിട്ട് ചോദിച്ചത് ഈ ഞാൻ ആരാണ്, അതായത് ഈ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ചോദ്യമായിരുന്നു അന്നേരം ചോദിച്ചത്. അപ്പം അങ്ങനെ ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു കഥ തുടരുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ കെയർ, അതുപോലെയുള്ള അനുകമ്പ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു കഥാ-ഉപനിഷത്ത് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവര് ഈ സന്യാസിമാരോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്യാസിമാർക്ക് കൊടുക്കാത്തതിൽ എന്തുണ്ടായിരുന്നു, ഈ ഇവർ രാജകുമാരന് അതൃപ്തി ഉണ്ടായി. അപ്പൊ അവിടെ ജസ്റ്റിസ് ഉണ്ടായില്ല, നീതി ഉണ്ടായില്ല. ആ ഒരു നീതി ഉണ്ടാവാത്തത് കൊണ്ടാണ് എന്താക്കിയത്, രാജകുമാരൻ അവിടെ ഇടപെട്ട് അച്ഛനോട് ചോദിക്കുന്നതൊക്കെ. അപ്പം ഇങ്ങനെ തുടങ്ങി ശ്രദ്ധ, അതുപോലെ തന്നെ കെയർ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് ആര് ചെയ്യുന്നത്, നമ്മൾ ഈ കഥാ ഉപനിഷത്ത് പോയി ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ മനുഷ്യന്മാരുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക് നമ്മളൊരു തുണയാവണം. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം അതാണ്. ഒരു ഹ്യൂമാനിസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട സാധനം അതാണ്. ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടേണ്ടി വരും. ചില സമയത്ത് അവരെ കൂടുതലായിട്ടും എതിർക്കേണ്ടി വരും. കാരണം അങ്ങനെയുള്ള ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം അങ്ങനെ തുടങ്ങിയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ കഥാ ഉപനിഷത്ത് വഴി മുന്നോട്ട് വെക്കുന്ന ഈ ശ്രദ്ധ പോലെയുള്ള കെയർ, അതുപോലെ തന്നെ ജസ്റ്റിസ്, ഇൻജസ്റ്റിസ് കണ്ടാലുള്ള സ്വരമുയർത്തൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കൽ വളരെ നിർബന്ധമായിട്ട് വരും. അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ കഥാ ഉപനിഷത്ത് വഴി ചോദിക്കുന്നത്. ഇതിലൂടെ വേറെയും കുറെ സാധനങ്ങൾ പറയുന്നത്, ആത്മാവ്, മോക്ഷം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, കഥാ ഉപനിഷത്ത് വഴി കിട്ടുന്ന സംഭവങ്ങൾ. അങ്ങനെ ഹ്യൂമാനിസത്തിലേക്ക് എത്തുന്നത്, ഹ്യൂമാനിസം ഉള്ള ഒരു ഭാഗമാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ധർമ്മപദ അല്ലെങ്കിൽ ധർമ്മപ്രദ ഇങ്ങനെ അറിയുന്ന ഒരു സാധനമാണ്. ബുദ്ധിസവുമായിട്ട് റിലേറ്റഡ് ചെയ്ത സാധനമാണ്. ബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത സാരോപദേശങ്ങളുടെ ഒരു കെട്ടാണ് ധർമ്മപാത, ദ വേ ടു ദ വിച്ച്, ദ വേ ടു ദ ഗുഡ്. അങ്ങനെയുള്ള ഒരു സാധനമാണ് ധർമ്മപാത എന്നുള്ളത്, അല്ലെങ്കിൽ ധർമ്മപദ, രണ്ടും പറയാട്ടോ. അപ്പം 226 ഇതാണ് ഭാഗങ്ങളായിട്ടാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. 364 432 യജ്ഞങ്ങളായിട്ട്, ശ്ലോകങ്ങളായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അതാണ് ഈ ധർമ്മപദയിലുള്ള സംഭവങ്ങൾ. അപ്പം ഇത് കൃത്യമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞ ശേഷം ഇത് പറഞ്ഞു, ഇത് പറഞ്ഞ ശേഷം ഇത് പറഞ്ഞു, അങ്ങനെയൊന്നല്ല ഉള്ളത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ എന്തൊക്കെ ടോപ്പിക് വരുന്നുണ്ട്, വണ്ണസ്, അതുപോലെ തന്നെ ഹാർമണി, അതുപോലെ തന്നെ എന്തൊക്കെ വിർച്വസ് ലൈഫ്, പിന്നെ അങ്ങനെ തുടങ്ങി കുറെ വിഷയങ്ങൾ എന്താക്കുന്നുണ്ട്, അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സിട്ട, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ ഉണ്ട് അതിൽ, യാറ, മാറ, അങ്ങനെ തുടങ്ങി കുറച്ച് സാധനങ്ങളുണ്ട്. 26 വിഷയങ്ങൾ, അതായത് ഓരോ വിഷയങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ സിട്ട, മിട്ട എന്ന് പറഞ്ഞ കുറെ വിഷയങ്ങൾ, അങ്ങനെ 26 എണ്ണം ഉണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കർമ്മ ഉണ്ടല്ലോ, കർമ്മ ഇസ് എ ബൂമറാങ് എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയിലൊക്കെ ഇട്ട സാധനമില്ലേ, ആ സാധനവും ബുദ്ധന്റെ ഈ ഒരു ഭാഗത്തൂടെ വരുന്ന സാധനം, ധർമ്മപദയിലൂടെ വരുന്ന ഒരു സാധനമാണ്. അതായത് ഈ 26 എണ്ണവും അദ്ദേഹം എന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് എങ്ങനെ നല്ല ജീവിതം നയിക്കാൻ പറ്റും, ജീവിതത്തിൽ എങ്ങനെയൊക്കെ സൂക്ഷ്മത പുലർത്താൻ പറ്റും, ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒഴിക്കേണ്ട സാധനം എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനം നമ്മൾ പാടെ ഒഴിവാക്കേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ബുദ്ധ ഈ ഒരു ഭാഗത്തൂടെ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള കുറെ വിഷയങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അതായത് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാരോപദേശത്തിന്റെ സംജ്ഞയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ധർമ്മപാതയിലൂടെ ബുദ്ധൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ ബ്രീഫായിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ കാര്യം പറയുന്നുണ്ട്. ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. ഇനിയിപ്പം നമുക്ക് മൂന്നാമതായിട്ട് പോകാൻ പോകുന്നത് അഗാപ്പയാണ്. അഗാപ്പ എന്ന് വെച്ചാൽ ഗ്രീക്ക് വേർഡാണ്. അത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അഗാപ്പ എന്ന് വെച്ചാൽ ലവ് ടുവേർഡ്സ് ഗോഡ് അല്ലെങ്കിൽ ലവ് ടുവേർഡ്സ് എ ഹ്യൂമൻ ബീങ്, ഈ രണ്ടർത്ഥത്തിലും യൂസ് ചെയ്യുന്ന സാധനമാണ് അഗാപ്പ എന്ന് വെച്ചാൽ. അഗാപ്പ എന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത്,
അപ്പം നമുക്ക് അറിയാം ജീസസ് ക്രൈസ്റ്റ് വളരെ ദയാലുവായിട്ടുള്ള, വളരെ ഡൗൺ ടു ദ എർത്ത് ആയിട്ടുള്ള ഒരു വലിയൊരു റിഫോമിസ്റ്റ് ആയിരുന്നു. വളരെ വലിയ ഒരു ദൈവമായിരുന്നു, ദൈവമായിട്ട് കണക്കാക്കുന്ന ആളാണ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സപ്പർ ഒക്കെ നമുക്ക് ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ ലാസ്റ്റ് സപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തിനാ വന്നത്, മറ്റുള്ളവരുടെ കാല് കഴുകിയിട്ട് അവരുടെ പാപങ്ങൾ ശുദ്ധീകരിച്ചു കൊടുക്കുന്നു, അപ്പം അവരോട് അത്താഴം ഉണ്ടുകൊള്ളുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ വളരെ ഡൗൺ ടു ദ എർത്ത് ആയിട്ട്, വളരെ മിനിമസ്റ്റ് ആയിട്ട്, വളരെ അത്രത്തോളം ജാടയില്ലാതെ പെരുമാറിയ ഒരു വ്യക്തിത്വമാണ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്, എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ സ്നേഹിക്കണം, അവരുടെ സ്റ്റാറ്റസ് നോക്കണ്ട, അവരിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നുമില്ലാതെ നമ്മൾ അനന്തമായിട്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ അഗാപ്പെ എന്നുള്ളത്. ദൈവത്തിനോടായാലും, ദൈവം നമുക്ക് ചിലപ്പോൾ കുറേ പരീക്ഷണങ്ങൾ തരാം, പരീക്ഷണങ്ങളും വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുകളും ഒക്കെ തരാം. ദൈവത്തിന് അതിനൊക്കെയുള്ള കഴിവുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൽ നിന്ന് അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിച്ചില്ല. ദൈവത്തിനോട് നന്ദി കാണിച്ചാൽ ദൈവം നമുക്ക് പലതും തരും എന്നുള്ള പ്രതീക്ഷയില്ല. പകരം നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണല്ലോ എന്നുള്ള രീതിയിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എന്ത് കൊടുത്താൽ ഒരു സ്നേഹത്തിന്റെ ഒരു കണിക കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് അഗാപ്പെ എന്നുള്ളത്. നമുക്ക് ഈ ബൈബിൾ തന്നെ കുറെ തരത്തിലായിട്ടുണ്ട്. അതായത് ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടുണ്ട്. ലൂക്ക, മത്തസ്, അങ്ങനെ തുടങ്ങി കുറെ സാധനങ്ങളുണ്ട്. അതിൽ ജോണിലൊക്കെ ആയിട്ട് പറയുന്നത് കാണാം, നിങ്ങൾ എന്നെ സ്നേഹിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിച്ചു കൊള്ളൂ എന്നുള്ളത്. എന്തൊരു സുന്ദരമായിട്ടുള്ള വചനമാണ്. വളരെ പൊളൈറ്റ് ആയിട്ട് മൊത്തം ജീവിതം കൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ള ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് മൊത്തം മാതൃക ആയിട്ടുള്ള ഒരു ദേവദൂതൻ പറയാണ്, ദൈവം പറയാണ് എന്ത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചു കൊള്ളൂ എന്നുള്ളത്. അപ്പം ഇതിലൊക്കെ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്മാരെയൊക്കെ എന്താക്കുക, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് എന്തില്ല, നമുക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ല, നമുക്ക് എന്തില്ല, പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻസ് ഇല്ല, നമുക്ക് എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊള്ളാം. അതൊക്കെ ഒരു വളരെ നല്ല രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതെ, വളരെ നല്ല രീതി തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ അഗാപ്പയോട് ചേർന്ന് കെനോസിസ് എന്ന് പറഞ്ഞ സംഭവം. കെനോസിസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താക്കാം, എല്ലാ ഡൗൺ ടു ദ എർത്ത് നേരത്തെ പറഞ്ഞല്ലോ, ആ സംഭവം തന്നെയാണ് കെനോസിസ് എന്ന് വെച്ചാൽ. അതായത് യേശുവിനെ സംബന്ധിച്ച് ട്രിനിറ്റി എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. നമുക്ക് ഈ ക്രിസ്ത്യാനികൾ ഇത് പറയുന്ന സമയത്ത്, സ്തുതി സമയത്ത് പറയുന്നതിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈ മൂന്നാളുകളും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. അതായത് യേശുവാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന്, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ട്രിനിറ്റി പോകുന്നത്. അധികം വിശദീകരിക്കുന്നില്ല, അതിൽ സങ്കീർണതകൾ ഞാൻ കടക്കുന്നുമില്ല. ഓക്കെ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിനിറ്റി എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ടുള്ള ദൈവമായിരുന്ന ജീസസ് ക്രൈസ്റ്റ് എന്താക്കുകയാണ്, മനുഷ്യന്മാരിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യന്മാരിലേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യന്മാർക്ക് വേണ്ടി ജീവിക്കുകയാണ്, മനുഷ്യന്മാർക്ക് വേണ്ടി മരിക്കുകയാണ്. ക്രൂസിഫിക്കേഷനൊക്കെ അങ്ങനെയാണല്ലോ, കുരിശിലേറ്റിയതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീസസ് ക്രൈസ്റ്റിനെ പറ്റി, ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു വിശേഷണമാണ് കെനോസിസ് എന്നുള്ളത്. അദ്ദേഹം എന്താണ്, വളരെ ഡൗൺ ടു ദ എർത്ത് ആണ്, മനുഷ്യന്മാരുടെ ഏറ്റവും അടിയിൽ തട്ടിൽ നിന്ന് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ച ഒരു ആളാണ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ അഗാപ്പെ ഗ്നോസിസ് ഒക്കെ എന്താണ്, ഈ ഹ്യൂമാനിസത്തിന്റെ ഒരു ഭാഗമാണ്. ഹ്യൂമാനിസത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്ന ടേംസുകളിൽ, അതുപോലെ തന്നെ തീംസുകളിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസാനിയത്ത് എന്നുള്ളതാണ്. ഇൻസാനിയത്ത് എന്ന് വെച്ചാൽ അതായത് മനുഷ്യത്വം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് എല്ലാത്തിലുമുള്ള സാധനമാണ്. അപ്പം ഇൻസാനിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താണ്, മനുഷ്യന്മാർ എന്താക്കുക, നല്ല രീതിയിൽ എല്ലാവരും തുല്യരാണ്, ഒരാൾക്കും മറ്റുള്ള ആളുകൾ വലിയ പദവിയില്ല. ഈ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ഖുർആനിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഖുർആനിൽ നമുക്ക് ഇപ്പം പറയുന്ന ഖുർആനിൽ ഉള്ള 114 സൂറത്തുകൾ, അതായത് 114 സൂക്തങ്ങളല്ല, ഒരു 114 ചാപ്റ്റേഴ്സിൽ എന്തുണ്ട്, ഒരു ചാപ്റ്റർ ഇൻസാനിനെ പറ്റി, ഇൻസാൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഇൻസാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ പറയുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്, എങ്ങനെ മനുഷ്യൻ എന്താക്കണം, ജീവിക്കണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഖുർആനിൽ പറയുന്നത്.
ഖുർആനെ സംബന്ധിച്ചിടത്തോളം പല തെറ്റിദ്ധാരണകളും വരുത്താറുണ്ട്. ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, എക്സ്ട്രീമിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ തുടങ്ങി പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചില മുസ്ലിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, ഇസ്ലാം വിഭാവനം ചെയ്ത ഒരു മതവും അങ്ങനെയല്ല. അപ്പം സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇൻസാനിയത്ത് എന്നുള്ള വിഷയം, അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞു ഖുർആനിൽ ഇങ്ങനെ ഒരു പാഠം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതോടൊപ്പം തന്നെ ചേരുന്ന സാധനമാണ് ഖുർആനിൽ ആരെ എന്താക്കുന്നത് നിർബന്ധിച്ചിട്ട് മതപരിവർത്തനം നടത്തുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള നിർബന്ധന എവിടെ വെക്കുന്നില്ല, എവിടെയും വെക്കുന്നില്ല എന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഈ ഒരു പാഠം, ഈ ഒരു ഹ്യൂമാനിസത്തിന്റെ ഒരു ഭാഗമാണിത്. അതായത് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാ പറഞ്ഞത്, ദീനിൽ എന്തില്ല നിർബന്ധിപ്പിക്കലില്ല. അതായത് പറ്റുന്നത് പോലെ ദൈവത്തിലേക്കും മനുഷ്യന്മാരിലേക്കും നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക, അവർക്ക് സ്വാതന്ത്ര്യമാവുക, ഇങ്ങനെയുള്ളൊരു വീക്ഷണമാണ് ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് ഇൻസാനിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഇൻസാനിയത്ത് എന്നുള്ള വിഷയം ഇതാണ്. അതായത് പീപ്പിൾ ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ഈച്ച് ആൻഡ് എവരി വൺ. അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട, എല്ലാവരും ഓരോ അവരുടേതായിട്ടുള്ള രീതിയിൽ നിൽക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഇൻസാനിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ള ലക്കും ദീനുക്കും വലിയ ദീൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, ഈ ഒരു വിശ്വാസത്തിലാണ് ഇസ്ലാം മൊത്തം പോകുന്നത്. അതാണ് ഇൻസാനിയത്തിനെ കൊണ്ടുള്ള. ഇൻസാനിയത്തിനോട് ചേർന്ന് വരുന്ന സാധനമാണ് റഹ്മത്ത് എന്നുള്ള ഭാഗം. അപ്പം റഹ്മത്ത് എന്നുള്ളത് കരുണ എന്നുള്ളതാണ് മലയാളത്തിലുള്ള അർത്ഥം. അപ്പം ഖുർആനിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റഹ്മത്തുൽ ആലമീൻ ആയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അവർ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളണം, അവരുടെ ജീവിത ശൈലിയൊക്കെ ഉൾക്കൊള്ളണം, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ കൂടെ പറയാണ്, അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് കയറുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ തരിക മാത്രമാണ് ചെയ്യുന്നത്, ആവശ്യമായിട്ടുള്ള ഔട്ട്ലൈൻ തരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്താണെന്ന് പറഞ്ഞല്ലോ, അതായത് ഞങ്ങളുടെ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്താണെന്ന് പറഞ്ഞു. അപ്പം ആ റഹ്മത്ത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയിലൂടെ വന്ന വിശ്വാസങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തി പോകുന്നത്. അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അതായത് നിങ്ങൾ എന്താക്കുക, മനുഷ്യന്മാർക്ക് എന്താക്കണം, റഹ്മത്ത് ചെയ്യണം, കരുണ ചെയ്യണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, നിങ്ങൾ ദൈവത്തിന്റെ കരുണക്ക് അർഹരാവുകയുള്ളൂ. എന്ത് സുന്ദരമായ വചനമാണത്. അതായത് നമ്മുടെ മനുഷ്യന്മാരിൽ കരുണ കാണിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ആവശ്യമുള്ളൂ. നമ്മളെ ദൈവം പരീക്ഷിക്കുന്നത്, നമ്മളെ ദൈവം ഇവിടെ എത്തിച്ചത്, നമ്മൾ ഈ ഒരു പരീക്ഷണ ഭൂമിയിൽ നമ്മളെ എത്തിച്ചത് മനുഷ്യന്മാരോട് എങ്ങനെ നിൽക്കുന്നു, അതുപോലെ തന്നെ എത്രത്തോളം അനുസരണയുള്ളവനാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു കരുണ എന്നുള്ള വിഷയമൊക്കെ എന്താണ് ഖുർആനിലൂടെ പറയുന്നത്. അതാണ് ഞാൻ പിന്നീട് പറഞ്ഞ സാധനം. ഇനി നമുക്ക് പറയാനുള്ള സാധനം എന്താണ്, അനുകമ്പയാണ്. നമ്മൾ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത അനുകമ്പ ദശകം. അനുകമ്പ ദശകം എന്ന് പറഞ്ഞ ഒരു ബുക്കിലൂടെ വിഭാവനം ചെയ്ത അനുകമ്പ എന്നുള്ള വിഷയമാണ്. അതായത് കരുണയാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അതായത് മറ്റുള്ള ഒരു ലിവിങ് ബീയിങ്ങിലൂടെ ഉണ്ടാകുന്ന കരുണയാണ്. അതൊരു 10 വേഴ്സുകളാണുള്ളത്, 10 ലൈനുകളാണുള്ളത്, 10 സൂക്തങ്ങളാണുള്ളത്. അപ്പൊ 10ൽ ആദ്യത്തെ 5 എന്താക്കുകയാണ്, അനുകമ്പയുടെ ഒരു വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ സംസാരിച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നീടുള്ള 5 എന്താക്കുകയാണ് അദ്ദേഹം കൂടുതലായിട്ടും അതിൽ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള മതങ്ങൾ എങ്ങനെയാണ് അനുകമ്പയെ എടുത്ത് കാണിക്കുന്നത് എന്നൊക്കെയാണ്. അതിൽ യേശു ക്രിസ്തു വരുന്നുണ്ട്, പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, പ്രൊഫറ്റ് മുഹമ്മദ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്തും വരുന്നുണ്ട്, തമിഴ്നാട്ടിലെ നൽവറോ അങ്ങനെ കുറച്ച് സംഘമുണ്ട്. അപ്പം നൽവർ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി കുറെ വിഷയങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്. അത് നാൽവർ ഒരു സ്വാമിമാരാണ്, അവരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അവരുടെ ഒരു വീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയുന്ന ഒരു ഭാഗമാണത്. അതായത് ആദ്യത്തെ ഒരു 5 എന്ന് വെച്ചാൽ അനുകമ്പയെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തേൽ പറയുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സ്നേഹമില്ലേ, നമ്മുടെ ഈ സ്നേഹം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലേ, അവിടെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ കയറി വരും, അവിടെ ബുദ്ധിമുട്ടുകൾ കയറി വരും, അവിടെ പ്രയാസങ്ങൾ കയറി വരും. ഇതൊക്കെയാണ് ഒന്നാമത്തെ ലൈനിൽ പറയുക. പിന്നെ 4ലും 5ലൊക്കെ വരുന്ന സമയത്ത് സ്നേഹമില്ലാത്തയാൾ വെറും എല്ലും തോലുമാണെന്നാണ് പറയുന്നത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് നിലനിർത്തുന്നത് ഹ്യൂമാനിറ്റിയാണ്, ഒരു സ്നേഹമാണ്, അനുകമ്പയാണ്. ഹ്യൂമാനിസം ഇല്ലെങ്കിൽ മനുഷ്യൻ വെറും എല്ലും തോലുമാണ്. എന്തിനാണോ ജീവിക്കുന്നത്? വല്ല ഭൂമിക്ക് ഭാരമാവാതെ വല്ലയിടത്തും പോയി ഒതുങ്ങിക്കൂടെ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കും. ഹ്യൂമാനിസം ഇല്ലാതെ ഇതെന്താണ്, എല്ലും തോലുമാണ് മനുഷ്യന്മാർ. പിന്നെ തുടങ്ങി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ അരുൾ, അമ്പ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്ക് അർത്ഥമൊക്കെ അറിയില്ലേ, അത്യാവശ്യം മൂവി സോങ്സ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് തിരിയും. അപ്പം അരുൾ എന്ന് വെച്ചാൽ സ്നേഹം, അമ്പ് എന്ന് വെച്ചാൽ സ്നേഹം തന്നെയാണ്. ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന സാധനമാണ് ഈ അനുകമ്പ ദശകം എന്നുള്ള ഒരു ഭാഗം. പിന്നെ നമുക്ക് പറയാനുള്ള ബുദ്ധയുടെ തന്നെ ഒരു കരുണ എന്നുള്ള ഒരു തിയറിയാണ്. അപ്പം അതിലെങ്ങനെയാ പറയുന്നത് വെച്ചാൽ ഹ്യൂമന്റെ പ്രോബ്ലം സെൻട്രിക് ആയിട്ടുള്ള ഒരു വിഷയങ്ങളാണ് പറയുന്നത്. അത് ഹ്യൂമൻസ് എന്താക്കുന്നുണ്ട്, കുറെ പ്രോബ്ലംസ് എന്താക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പം പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താക്കുന്നുണ്ട്, ഒരു 8 ആക്ഷൻസ് പറഞ്ഞിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ എന്താക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം 8 8 പാത്തുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ 8 സംഭവങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവർക്ക് ആശ്രയമാവുക, ഇങ്ങനെ തുടങ്ങി കുറേ വിഷയങ്ങളുണ്ട്. അങ്ങനെ വിഷയങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും എന്നുള്ള വിഷയമൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഈ കരുണ എന്നുള്ളത്. ഈ ബുദ്ധിസം തന്നെ 2 ടൈപ്പ് ആകുന്നുണ്ട്. ഒന്ന് മഹായാന ആകുന്നുണ്ട്, ഒന്ന് തറവേടയോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആകുന്നുണ്ട്. അപ്പൊ തറവേടയും ഈ ഒരു അതായത് രണ്ട് ഭാഗങ്ങളാണ്. ബുദ്ധിസത്തിൽ നിന്നുള്ള 2 ഭാഗങ്ങളാണ്, ഒന്ന് തറവേട, ഒന്ന് മഹായാന. അപ്പം തറവേടയിലൂടെ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അവർ കൂടുതലും മെഡിറ്റേഷൻ വഴി ദൈവത്തിലേക്ക് എത്തുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ്. അവർ 4 രീതികൾ പറയുന്നുണ്ട്. കരുണ അങ്ങനെയുള്ള ഒരു മെഡിറ്റേഷൻ ഒരു പേരിട്ടിട്ട് കരുണ അങ്ങനെയുള്ള മുദിതാനോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. മൈത്രി അങ്ങനെ തുടങ്ങി 4 ടൈപ്പ് സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പം ആ 4 ടൈപ്പിലൂടെയാണ് അവർ എന്താക്കുന്നത്, കരുണ ലഭിക്കുന്നത്, ഈ ലോകത്ത് നല്ലോണം ജീവിക്കാൻ പറ്റുന്നത്, പ്രശ്നങ്ങളില്ലാതെ മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഓരോ ഇത്. പിന്നെ മഹായാനക്കാരെന്താണ് പറയുന്നത്, ഇത് ആട്രിബ്യൂട്ട്സ് ആണ്, ആവശ്യമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണെന്നുള്ള രീതിയിൽ അവിടെ ഒതുക്കുന്നുണ്ട് ആ വിഷയത്തിൽ. കരുണ ആവശ്യമാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്, പക്ഷെ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് മഹായാന ആളുകൾ. അപ്പം അതും ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നീട് നമുക്ക് ചെല്ലാനുള്ളത് 2 ഈ അടുത്ത് റീസെന്റ് ആയിട്ട് വന്ന കുറച്ച് തിയറീസ് ആണ്. ലൈക്ക് ഇമാനിസിപ്പേഷൻ എന്ന് വെച്ചാൽ ടു ബി സെറ്റ് ഫ്രീ, അതായത് മനുഷ്യന്മാരെന്താ ഫ്രീ ആവുക, ഒരു ലിമിറ്റും വേണ്ട, ഒരു ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു കേജിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഫുൾ ഫ്രീ. ലൈക്ക് മൈൻഡൊക്കെ ഫ്രീ ആണ്, നമ്മുടെ ശരീരം ഫ്രീ ആണ്, മൊത്തം ഫ്രീ എന്ന് വെച്ചാൽ ഫുൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇമാനിസിപ്പേഷൻ എന്ന് വെച്ചാൽ. അപ്പം ഇമാനിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഒരു 3-4 ഘട്ടത്തിലൂടെ അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇമാനിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഗ്രീക്ക് റോമൻ ലോയിലൊക്കെ പറയുകയാണ് ഇമാനിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഭർത്താവിൽ നിന്ന് ഭാര്യയെ സ്വതന്ത്രമാക്കുക, അല്ലെങ്കിൽ മക്കളെ സ്വതന്ത്രമാക്കുക, അതായത് അവരെന്താക്കുക വേറെ ഒരു ടൈപ്പ് ആക്കുക, അവർക്ക് എല്ലാവിധ അധികാരം കൊടുക്കുക. ഈ ടൈപ്പ് ഓഫ് ആവശ്യങ്ങൾക്കാണ്, ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇമാനിസിപ്പേഷൻ എന്ന് വെച്ചാൽ പറഞ്ഞിരുന്നത് റോമൻ ലോന്റെ ഒക്കെ കാലഘട്ടത്തിൽ. പിന്നീട് 18th സെഞ്ചുറി 17th 18th സെഞ്ചുറി ഒക്കെ ആയ സമയത്ത് എന്താണ് പറയാ, ഒരു റെവല്യൂഷണറി ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. 19th സെഞ്ചുറി ഒക്കെ ആകുമ്പോൾ 17th 18th സെഞ്ചുറി ഒക്കെ ആകുന്ന സമയത്ത് ഈ കാൻഡിയെ പോലുള്ള ആളുകളൊക്കെ എന്താക്കിയിട്ടുണ്ട്, എൻലൈറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ മെച്യൂരിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇമാനിസിപ്പേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന ആളുകളായിരുന്നു. പിന്നീട് എന്താക്കി, നമ്മുടെ ഈ റീസെന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലേക്ക് വരുന്ന കാൾ മാർക്സ് പോലുള്ള ആളുകളൊക്കെ വന്ന സമയത്ത് മാർക്സിസത്തിന്റെ ആശയങ്ങൾ പറയുന്ന സമയത്ത് റെവല്യൂഷണറി ടൈപ്പ് സാധനമായി. അതായത് വിമൻസിനും ലേബേഴ്സിനും ഒക്കെ എന്ത് വേണം, സ്വതന്ത്രം വേണം, അവർക്ക് കൂടുതലായിട്ട് ആളുകളെ മനസ്സിലാക്കാൻ അവസരം കൊടുക്കണം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ലിമിറ്റില്ലാതെ ഒരു കാര്യങ്ങളൊക്കെ എത്തുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ ഭരിക്കാനും നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടെങ്കിൽ അയാളുടെ നിയന്ത്രണത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമാണ്. ഞാൻ മതങ്ങളുടെ കാര്യമല്ലേ പറയുന്നത്, മറ്റുള്ള രീതിയിൽ പറയുകയാണ്. ഒരു ബോസ് നമ്മുടെ എന്താക്കാണ് ഭരിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു ഹ്യൂമാനിറ്റി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് ഒരു ബോസിന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ വരും. ആ സമയത്ത് ഈ ഇമാനിസിപ്പേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇപ്പം അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ഉബുണ്ടു എന്നുള്ള സാധനമാണ്. ഉബുണ്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ആഫ്രിക്കൻ റീജിയൻസിൽ നിന്ന് വന്ന നഗുനി, ഓക്സോ അങ്ങനെയുള്ള കുറച്ച് ഭാഷകളൊക്കെ ചേർന്നിട്ട് വന്ന ഒരു സംഭവമാണ് ഉബുണ്ടു എന്നുള്ള സാധനം. ഉബുണ്ടു എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം, സൊസൈറ്റിക്കലായിട്ട് നിൽക്കണം, ഒരു കോർപ്പറേഷൻ ഉണ്ടാവണം, എപ്പോഴും ഒത്തൊരുമയോടുകൂടി നിൽക്കണം. ഇങ്ങനെ ടൈപ്പ് ഓഫ് ചിന്തയിലേക്ക് വരുന്ന സാധനമാണ് ഈ ഉബുണ്ടു എന്നുള്ള സാധനം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സാധനം. അതായത് ഉബുണ്ടുവിലേക്ക് ഇനിയിപ്പം വേറെ എന്താ ചേർക്കാനുള്ളത്, ഒരു സൊസൈറ്റിക്കലായിട്ടുള്ള വൺനെസ്, ഒത്തൊരുമ, ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള തീം. അപ്പം ഐ ആം ബിക്കോസ് വി ആർ, അതാണ് അവരുടെ മോട്ടോ. പറയാൻ പറ്റേ, ഐ ആം ബിക്കോസ് വി ആർ, ഞാൻ എന്താണ്, നമ്മളായത് കൊണ്ടാണ് ഞാൻ, അതായത് നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ടൈപ്പ് ഓഫ് വർത്താനം. അതായത് എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്ത നിങ്ങളാണ്, നിങ്ങളുടെ കൂടെ അല്ലാതെ ഞാനില്ല, ഞാൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളും വേണം. അങ്ങനെയുള്ള ഒരു വൺനെസ്സിന്റെ കാണിക്കുന്ന കുറച്ച് ഒരു തിയറിയാണ് ഉബുണ്ടു പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ പറഞ്ഞു, കഥ ഉപനിഷത്തിലെ ശ്രദ്ധ പോലുള്ള സാധനങ്ങൾ പറഞ്ഞു, ബുദ്ധത്തിന്റെ ധർമ്മപാത പറഞ്ഞു, ഇൻസാനിയത്ത് പറഞ്ഞു, അഗാപ്പെ പറഞ്ഞു, ഗ്നോസിസ് പറഞ്ഞു, ഉബുണ്ടു പറഞ്ഞു, അതുപോലെ ഇമാനിസിപ്പേഷൻ പറഞ്ഞു, പിന്നെ കരുണ പറഞ്ഞു ബുദ്ധയുടെ, പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുയുടെ അനുകമ്പ ദശകവും പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതിന് മനസ്സിലാക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹ്യൂമാനിറ്റി മുമ്പേ ഉണ്ട്. അപ്പം ഇതിനെ ഒന്ന് സ്ട്രക്ചറലായിട്ട് കുറച്ചും കൂടെ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം,
പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം എന്താണ് ലൈക്ക് എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്നത് ഹ്യൂമാനിസം വേണം എന്നുള്ളതാണ്. ഒരു മതം എന്താക്കുന്നില്ല, മനുഷ്യത്വപൂർണ്ണമായിട്ട് ആരും പെരുമാറരുത്, മനുഷ്യത്വപൂർണ്ണമായിട്ട് പെരുമാറിയാൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്താണ്, ഈ ടൈപ്പ് വർത്താനം ആരും പറയുന്നില്ല. എല്ലാവർക്കും വേണ്ട എന്താണ്, മനുഷ്യത്വം തന്നെയാണ്. മനുഷ്യത്വത്തിന്റെ ഓരോ മൂല്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പം കഥാപനിഷത്ത് വഴി നമ്മൾ കരുണയെ പറ്റി പറഞ്ഞു, ശ്രദ്ധയെ പറ്റി പറഞ്ഞു. അപ്പം ധർമ്മപാതയിലൂടെ നമ്മൾ എന്താണ് ജീവിക്കേണ്ടതായിട്ടുള്ള പല രീതികൾ പറഞ്ഞു. പിന്നെ ഇൻസാനിയത്തിലൂടെ കരുണയുടെ റഹ്മത്ത്, മേഴ്സി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഗ്നോസിസ് വഴി നമ്മൾ ഡൗൺ ടു ദ എർത്ത് ആവണമെന്ന് പറഞ്ഞു. അഗാപ്പ വഴി നമ്മൾ എല്ലാവരോടും സ്നേഹത്തിലൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അനുകമ്പ ദശകം വഴി നമ്മൾ അനുകമ്പയുടെ ഒരു പ്രാധാന്യം, അരുൾ, അമ്പ് എന്നതിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ ബുദ്ധയുടെ കരുണ സംസാരിച്ചു. പിന്നെ നമ്മൾ ഇമാൻസിപ്പേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഉബുണ്ടു പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്താക്കണം, നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെ കൂടിയാണ് നമ്മുടെ ഹ്യൂമാനിറ്റി രൂപീകരിക്കുന്നത്. അപ്പം ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിലായിട്ട് ഇതാണ് പറയാനുള്ളത്. കീ തീംസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പം ആ ചാപ്റ്ററാണ് ഇപ്പം പറഞ്ഞു തീർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്താക്കുക, അതിനനുസരിച്ച് ഞാൻ തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ഒരു തിരുത്തലുകളോട് കൂടിയുള്ള സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് നല്ല രീതിയിലേക്ക് എത്താം. അപ്പം അറിവുള്ള ആളുകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എന്താക്കുക, കൃത്യമായി കേട്ടിട്ട് തെറ്റുകൾ തിരുത്തി തരിക. എന്ത് വിചാരിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് തിരുത്തി തരാതെ നിൽക്കരുത്. തിരുത്തി തരാതെ നിന്നാൽ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ച് പോകും. അങ്ങനെ തന്നെ പോയിട്ട് എഴുതിയിട്ട് പൊട്ടത്തെറ്റായിട്ടൊക്കെ മാറും. അപ്പം ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയതിൽ പിഴവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രേ പറയാനുള്ളൂ. വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. ഈ ഹ്യൂമാനിസത്തിൽ വിഭാവനം ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ തീംസുകൾ മനസ്സിലാക്കി ഹ്യൂമാനിസത്തിന്റെ എല്ലാവിധ വാല്യൂസും എത്തിക്സും ഉൾക്കൊണ്ട് മൊറാലിറ്റിയിലൂടെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പം ഇതോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.